സംസ്ഥാനത്ത് കനത്ത ചൂട് പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാട് 41°C വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40°C വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, അല്പം മുമ്പ് നമ്മളൊരു ദാരുണമായ മരണവാർത്ത പറഞ്ഞതേയുള്ളൂ സൂര്യാഘാതം മൂലം. ഇപ്പോൾ ഈ കാര്യത്തിൽ കുറേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. എന്നാലും പലപ്പോഴും ആൾക്കാർ അത്രയധികം പ്രാധാന്യം നൽകാതെ കടുത്ത ചൂടിൽ പുറത്തിറങ്ങുന്നുണ്ട്. ഈ പ്രധാനമായും നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 3 സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യതയുമുണ്ടല്ലോ. കൃഷ്ണ, തീർച്ചയായും ഈ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വെച്ചിട്ടുണ്ട്. അത് പ്രധാനമായി തുടർച്ചയായ ദിവസങ്ങളിൽ 41°C മുകളിൽ ചൂട് രേഖപ്പെടുത്തുക. ഒപ്പം തുടർച്ചയായ ദിവസങ്ങളിൽ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4 മുതൽ 5°C വരെ കൂടിയ ചൂട് രേഖപ്പെടുത്തുക. 2-3 ദിവസം തുടർച്ചയായി അങ്ങനെ വന്നാലും ആ മേഖലകളിൽ ഉഷ്ണതരംഗമുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതാ തുടർച്ചയായി 2-3 ദിവസമായി ഉഷ്ണതരംഗം തുടരുന്നുണ്ട്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാലക്കാട്. അത് അടുത്ത 2 ദിവസവും പാലക്കാട് സമാനമായി തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് 41°C വരെ പാലക്കാട് ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനു പുറമെ കൊല്ലം, തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആ 2 ജില്ലകളിലും ഉഷ്ണതരംഗം സ്ഥിരീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുൻകൂട്ടി അറിയിക്കുന്നത്. കർശനമായ ജാഗ്രത പുലർത്തണം. ഈ 2 ജില്ലകളിലും കൊല്ലത്തും തൃശൂരും 40°C വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. ഈ 3 ജില്ലകൾക്ക് പുറമെ 9 ജില്ലകളിൽ കൂടി, അതായത് ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ക്രമാതീതമായി ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 12 ജില്ലകളിൽ അത്തരത്തിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. ഉഷ്ണമാണ്, അത്യുഷ്ണമാണ് ആളുകൾക്ക് അനുഭവപ്പെടുന്നത്. ഈ രേഖപ്പെടുത്തുന്ന ചൂടിനേക്കാൾ അനുഭവപ്പെടുന്ന ചൂട് ഏതാണ്ട് 5°C മുകളിലായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് അങ്ങേയറ്റം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ്. അതിൽ തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. പൊതുജനങ്ങളും ഒപ്പം ഭരണ സംവിധാനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സൂര്യാഘാതം, സൂര്യതപം പോലുള്ളവ ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, നേരത്തേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സൂര്യാഘാതം എന്നുള്ളത് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ നയിച്ചേക്കാവുന്ന ഒരു കാരണമാകും എന്നുള്ളതാണ്. സ്വാഭാവികമായി ജാഗ്രത തുടരേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. അത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. അതായത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന ജോലികൾ ചെയ്യുന്നവർ അത് പകൽ സമയത്ത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ധാരാളമായി വെള്ളം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ധാരാളം ജലം കുടിക്കണം. അതുമാത്രമല്ല, പുറത്തിറങ്ങുന്നവർ പാദരക്ഷ ധരിക്കണം. കുടയോ മറ്റോ എന്തെങ്കിലോ ഉപയോഗിക്കണം തലമറയ്ക്കുന്നതിന് വേണ്ടി. കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകളെടുത്തും വിശ്രമിച്ചുകൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടണം എന്ന് പറയുന്നുണ്ട്. വൈദ്യുത ഉപകരണങ്ങൾ നിരന്തര ഉപയോഗം മൂലം ചൂടുപിടിച്ചും അതുപോലെ വയറുരുകിയ തീപിടുത്തത്തിനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന് അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത തുടരണം. വീട്ടിലും ഓഫീസ് പരിസരങ്ങളിലുമൊക്കെ വായു സഞ്ചാരം ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ദീർഘമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗികൾ, കിടപ്പ് രോഗികൾ, ഒപ്പം ഗർഭിണികൾ, മുതിർന്നവർ, ഒപ്പം കുട്ടികൾ, ഇവരൊക്കെ പ്രത്യേക ജാഗ്രത ഈ ഘട്ടത്തിൽ പുലർത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും അറിയിക്കുന്നത്. എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കൂടി ഈ ചൂട് തുടരും. അടുത്ത ഒരാഴ്ച കൂടി സംസ്ഥാനത്ത് ഈ ചൂട് ഇങ്ങനെ തന്നെ അധികരിച്ച് നിൽക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ രേഖപ്പെടുത്തുന്ന ചൂട്, അതായത് ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രേഖപ്പെടുത്തുന്ന ചൂടാണ് 41°C അതല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ രേഖപ്പെടുത്തുന്നത്. പക്ഷേ പാലക്കാട് തന്നെ പലയിടങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ, അതായത് AWSകളിൽ കൂടുതൽ ചൂട് 44°, 45°, അതിന് മുകളിലൊക്കെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. നേരത്തെയൊക്കെ കാലാവസ്ഥാ വിദഗ്ധർ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ സമുദ്ര താപം പോലും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അറബിക്കടലിൽ എന്നുള്ളതാണ്. അത് അങ്ങേയറ്റം ദോഷകരമായി തന്നെ ആളുകളെ ബാധിക്കും. കാരണം ഈ തീരദേശം കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിനാൽ ഹീറ്റ് ഇൻഡെക്സ്, അത് നമുക്ക് അനുഭവേദ്യമാകുന്ന ചൂട് അത് 5°C അതിന് മുകളിലേക്ക് ഉയർന്നു തന്നെ നിൽക്കും. അത് രാത്രി പോലും അത്തരത്തിൽ തന്നെയായിരിക്കും ഉഷ്ണം തുടരാനുള്ള സാധ്യത. കർശനമായ ജാഗ്രത പൊതുജനങ്ങൾ അടുത്ത ദിവസങ്ങളിലും തുടരേണ്ടതുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ തീരവുമായി ബന്ധപ്പെട്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട്. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഏതാണ്ട് 1.5 മീറ്റർ വരെയൊക്കെ ഉയരത്തിലെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. ഒപ്പം ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് മറ്റ് തടസ്സങ്ങളില്ല. പക്ഷേ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നേരിയ വേനൽ മഴയ്ക്ക് കൂടെയുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ്. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൊടും ചൂടിൽ വെന്തുരുകുകയാണ്
സ്ഥാനം വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്നാണ് അലക്സ് റാം മുഹമ്മദ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.